ഇന്ന് തൊട്ട് നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവാണ്. ചാകുമ്പോൾ കൊണ്ടുപോകാൻ ഒരു പെർഫ്യൂം. ഇതാണ് സീരീസ്. അതിൽ ആദ്യത്തെ പെർഫ്യൂമാണ് സെർജോഫ് ഊവർച്ചർ. ഈ ഒരു പെർഫ്യൂം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. സെർജോഫിന് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലുള്ള അറിവ് പോലും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. അത്രയ്ക്ക് സൂപ്പർ എക്സ്ട്രീംലി റയർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് സെർജോഫ് ഊവർച്ചർ. എന്തുകൊണ്ടാണ് ചാകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെർഫ്യൂം എന്ന് പറയാൻ കാരണം, ഒരു 3000-4000 പെർഫ്യൂം എന്റെ നാസ്വാരന്ധ്രങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, സ്മെൽ ചെയ്തിട്ടുണ്ടാവും. അവയിൽ ഒന്നിനും പെടാത്ത ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂം. ഇത്രയും പെർഫ്യൂമുകളിൽ ഒരു പെർഫ്യൂം മനസ്സിൽ ഓർത്തിരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഒരു എത്തും പിടിയും തരാത്ത ഒരു പെർഫ്യൂം ഓവർച്ചർ. കയ്യിലുള്ളത് ടെസ്റ്റർ ബോക്സ് ആണ്. ഇവിടെ സെർജോഫ് ഓവർച്ചറിൽ കൊടുത്തിട്ടുണ്ട് നോട്ട് ഫോർ സെയിൽ. EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ബോക്സ് സാധാരണ ഒരു ബോക്സ് ആണ്. അൺബോക്സ് ചെയ്യാം. ഇതാണ് ബോക്സ് വരുന്നത്. ബോട്ടില് ഇവിടെ സെർജോഫിന്റെ എക്സ് കാണാം, ഓവർച്ചറിന് കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോഡ് 40452 ഇതാണ് ബാച്ച് കോഡ് വരുന്നത്. ക്യാപ്പ് സെർജോഫിന്റെ ടിപ്പിക്കൽ ക്യാപ്പ് തന്നെയാണ്, ഭാരമുള്ള ക്യാപ്പ്. ഉള്ളില് സെർജോഫിന്റെ ലോഗോ കാണാം, ഇവിടെ ലോഗോ കാണാം. ഒരു ഗ്രേ കളറിലെ ബോട്ടിലാണ് വരുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിന്റെ സെൻ പ്രൊഫൈൽ വരുന്നത് വൂഡി, ആംബർ, സിട്രസ്, വാം, സ്പൈസി, ഗ്രീൻ, സ്വീറ്റ്, ഫ്ലോറൽ, വാനില, ഫ്രഷ്, ബാൽസമിക്. ഒരു പെർഫ്യൂം എടുത്താൽ ആ ഒരു പെർഫ്യൂമിൽ നമ്മളിപ്പോൾ ഒരു പെർഫ്യൂം ലൈനപ്പ് എടുത്താൽ ഫ്രഷ് ഉണ്ടാവും, സ്വീറ്റ് ഉണ്ടാവും, വൂഡി ഉണ്ടാവും, ഫ്രൂട്ടി ഉണ്ടാവും, സിട്രസ് ഉണ്ടാവും, ആംബർ ഉണ്ടാവും, സ്വീറ്റ് ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും. അതെല്ലാം ഉണ്ട് ഈ പെർഫ്യൂമിൽ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇത് എന്താണെന്ന് എനിക്കും അറിയില്ല. ഇതിന്റെ മണം ഞാൻ ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ഇത് ഡീക്കൻ്റ് ആക്കണോ, ഇത് കൊടുക്കണോ വേണ്ട എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. പക്ഷെ ഇത് ഞാൻ തന്നിലേക്കുള്ള പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ ഈ പെർഫ്യൂമിനെ കുറിച്ച് അറിയാൻ പോകുന്നില്ല, നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവില്ല, അറിയാനും പോകുന്നില്ല. ഒപ്പം ഞാൻ അനുഭവിച്ച അതേ ആ ഒരു നോസ്ഗാസം നിങ്ങൾക്കും അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഡീക്കറ്റ് ആക്കാന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നത്. ഓൾറെഡി ഒരു ബോട്ടില് ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേയാണ് ഇൻ ട്രാൻസിറ്റിലാണ്. ഈ ഒരു പെർഫ്യൂം നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂം ഒന്നായത്. അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ ചാകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സീരീസിലെ ആദ്യത്തെ പെർഫ്യൂമാണ്. കുറച്ച് നമ്മൾ പുതിയൊരു ഒരു സീരീസ് തുടങ്ങുകയാണ്. ഈ ഒരു സീരീസിൽ ഞാൻ ഈ പറയുന്ന പെർഫ്യൂം നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വാങ്ങാതിരിക്കരുത്. ഡെഫിനറ്റ് ആയിട്ട് വാങ്ങണം, വാങ്ങിയേ തീരൂ, വാങ്ങിയേ പറ്റൂ. ആ കാറ്റഗറിപ്പെട്ട പെർഫ്യൂം. ഇതിന്റെ മണം എനിക്കറിയില്ല, മണം അറിയാത്തതുകൊണ്ടല്ല, ഈ മണം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കും പറയാൻ പറ്റില്ല ഇതെന്താണ് ഇതിന്റെ മണമെന്ന്. ഞാൻ അതുപോലെ എനിക്ക് അല്പം പ്രയാസപ്പെട്ടൊരു നോട്ടാണ് നമ്മുടെ കെൻസോ. പക്ഷെ ഇത് വെച്ച് നോക്കുമ്പോൾ കെൻസോ പിന്നെയും എളുപ്പമാണെന്ന് തോന്നി. അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ആണ്, സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. പല തരത്തിലുള്ള ലെയറുകൾ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പെർഫ്യൂം മേക്ക് ചെയ്തത് ക്രിസ് മോറിസ് എന്നുള്ളൊരു പെർഫ്യൂമറാണ്. എന്റെ സെല്ലർ, ഞാൻ വാങ്ങുന്ന സെല്ലർ എന്നോട് പറഞ്ഞു, സെർജോഫിന്റെ ഈ ഒരു പെർഫ്യൂം ഉണ്ട്, ഇയാളിത് എന്തായാലും വാങ്ങണം. അപ്പൊ ഞാൻ എന്താണ് ഇതിന്റെ മണം? പറഞ്ഞു അല്പം ഡാർക്കാണ്, ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആണ്, ഒരെത്തും പിടിയും തരാത്ത ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഇതിനൊരു പ്രത്യേക ഒരു ശൈലിയുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു എന്റെ ലൈനപ്പിൽ പെട്ട സാധനമല്ല, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നോട്ടുകളാണ് ഈ പറഞ്ഞ ഈ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള നോട്ടുകൾ. ഇഷ്ടമില്ലാത്തതിനല്ല, എനിക്ക് ചില നോട്ട് പറ്റാറില്ല. ഞാനൊരു ഫ്രഷ് പെർഫ്യൂമിന്റെ ഫാനാണ്. പക്ഷെ പുള്ളി എന്നെ നിർബന്ധിച്ചു. അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല എന്നെ നിർബന്ധിക്കാൻ, പക്ഷെ എങ്കിലും നിർബന്ധിച്ചു. നിർബന്ധിച്ച് അന്നൊരു 3-4 പെർഫ്യൂം വന്നു. ഞാനിത് എന്തായാലും അടിച്ചു നോക്കാം, എന്താണെന്ന് അറിയണമല്ലോ. അടിച്ചു. ഞാൻ അയാളോട് വിളിച്ച ആ സമയത്ത് തന്നെ ഞാൻ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് ഒരു ബോട്ടിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം, എനിക്ക് പേഴ്സണൽ ആവശ്യത്തിന് വേണം, തന്നേ പറ്റൂ. അങ്ങനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അടുത്ത ബോട്ടിൽ എനിക്ക് ഓർഡർ ചെയ്തു. സോ അതാണ് ഈ ഒരു പെർഫ്യൂം. ഞാൻ എവിടെയൊക്കെ അടിച്ചു പോയിട്ടുണ്ടോ അവിടെയൊക്കെ എനിക്ക് കോംപ്ലിമെന്റ് ആണ്. ഞാൻ അങ്ങനെ പരിപാടികളൊന്നും പോകുന്ന ഒരാളല്ല, പക്ഷെ പോയ ചടങ്ങുകളിലൊക്കെ, ഞാൻ കസിൻസിന്റെ വീട്ടിലൊക്കെ പോയ സമയത്തൊക്കെ, അമ്മ വീട്ടിലൊക്കെ പോയപ്പോൾ അവിടെയും ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടി. സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ ചോദിച്ചു. ഞാൻ എന്റെ പേര് ഒട്ടും പറഞ്ഞു കൊടുത്തില്ല, ചിരിച്ചുകൊണ്ട് ഒഴിവാക്കിയതുകൊണ്ട് പേര് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. കാരണം ഇത് സിഗ്നേച്ചർ പെർഫ്യൂമാണ്. ഇതൊരു 5000-6000 പെർഫ്യൂം കൈവശമുള്ള ഒരാൾ അയാൾ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. അത് അങ്ങനെയുള്ളവർ ഒരിക്കലും ഈ പെർഫ്യൂം വെളിപ്പെടുത്തി കൊടുക്കില്ല. ഉദാഹരണത്തിന് ക്വിന്റിൻ ബിഷ്, അതുപോലെ തന്നെ നമ്മുടെ ആൽബർട്ടോ മൊർലാസ്, അങ്ങനെയുള്ള പെർഫ്യൂമേഴ്സ് അവരുടെ സിഗ്നേച്ചർ ആയിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂം. അതാണ് ഈ ഒരു പെർഫ്യൂം. ഇനി ഇന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. ശരിക്കും ഇത് ട്രൈ ചെയ്തപ്പോൾ ഒരു കാര്യം പറയാം. ഇത് ട്രൈ ചെയ്തപ്പോൾ ഇതിന്
ടോം ഫോർഡ് ബ്ലാക്ക് ഓർക്കിഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും, YSL ബ്ലാക്ക് ഓപ്പിയം ട്രൈ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ വെർസാച്ചെ ക്രിസ്റ്റൽ നവാർ പെർഫ്യൂം, ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ മുമ്പിൽ അതൊക്കെ ഒരു ഇൻസ്പയർഡ് പെർഫ്യൂമായിട്ട് തോന്നും. ഇതിന്റെ മണം എന്ന് പറയുന്നത് എനിക്കറിയില്ല, അതെങ്ങനെ പറയണമെന്നറിയില്ല. ഫ്രൂട്ടി ആണോ എന്ന് വെച്ചാൽ ഫ്രൂട്ടിയാണ്, ഫ്രഷ് ആണോ എന്ന് വെച്ചാൽ ഫ്രഷ് ആണ്, ഡാർക്ക് നോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡാർക്ക് നോട്ട് ചേർത്തിട്ടുണ്ട്, സ്വീറ്റ് നോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ സ്വീറ്റ് നോട്ട് ചേർത്തിട്ടുണ്ട്. ഇതിന്റെ നോട്ട് ഞാൻ പറഞ്ഞില്ല. ടോപ്പ് നോട്ടിൽ വരുന്നത് ഫിഗ് ലീഫ്, ഓറഞ്ച്, മാഗ്നോളിയ. ബേസ് നോട്ട്, മിഡിൽ നോട്ടിൽ സിനമൺ, ഇലാങ് ഇലാങ്, ഇന്ത്യൻ ജാസ്മിൻ, ബുൾഗേറിയൻ റോസ്. ബേസ് നോട്ടിൽ സാൻഡൽവുഡ്, ആംബർ, വാനില, കാശ്മീർ വുഡ്, ഇൻസെൻസ്. ഇതിൽ എല്ലാ നോട്ടും കിട്ടും. ഫിഗ് ലീഫിന്റെ നോട്ട് ഉണ്ടാവും, ഓറഞ്ചിന്റെ ഓപ്പണിംഗിൽ ഒരു ഓറഞ്ചിന്റെ സ്മെൽ ഓപ്പണിംഗിൽ ഒരു സെക്കൻഡ്, ഏതാനും സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാവും. മാഗ്നോളിയ, സിനമൺ, ഇലാങ് ഇലാങ്, അങ്ങനെ കുറെ നോട്ട്. സിനമൺ, ആംബർ, ഇൻസെൻസ് ഹെവി നോട്ടായിട്ട് ഇൻസെൻസ് ചേർത്തിട്ടുണ്ട്. ആദ്യത്തെ സ്പ്രേ തന്നെ ജസ്റ്റ് ബ്ലോൺ അവേ. അങ്ങനെ എല്ലാ പെർഫ്യൂമിലും എനിക്ക് ആ ഒരു ഇമ്പാക്ട് ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില പെർഫ്യൂമിൽ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയും അടിച്ചിട്ട് കുറച്ച് നേരം കിളി പറന്നു പോയ ഒരു അവസ്ഥ, ഇത് പെർഫ്യൂം തന്നെയാണോ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥ. ഇത് ചെയ്തു വെച്ച വർക്ക് ആരാണ് ചെയ്തതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി. ചില സിനിമകൾ കാണുമ്പോൾ അങ്ങനെയല്ലേ, സിനിമ കണ്ടിറങ്ങി നമ്മൾ വീട്ടിൽ വന്നിട്ട് മൊബൈൽ എടുത്ത് നോക്കും, അതേപോലെയുള്ള നമുക്കുണ്ടായ അതേ റിയാക്ഷൻ മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടോ, ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ നോക്കും, ഏതാണ് സംവിധായകൻ, ക്യാമറ വർക്ക് ആര് ചെയ്തു. അതുപോലെയാണ് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ ഇതാരാണ് ഇത് ചെയ്തെന്നുള്ള ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി. എന്താണെങ്കിലും ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മണമാണ്. എന്റെ കല്യാണത്തിന് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂം, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, എങ്കിലും പറയുന്നേ ഉള്ളൂ. ഞാൻ ഇത്രയും പെർഫ്യൂമുകളിൽ ഒരു പെർഫ്യൂം എന്റെ ആ ഒരു ചടങ്ങില് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പെർഫ്യൂം എടുക്കും. ഇതാണ് ആ ഒരു ഒക്കേഷൻ ഉപയോഗിക്കാൻ പറ്റിയ ഇത്രയും പെർഫ്യൂം ട്രൈ ചെയ്യുന്ന വ്യക്തി എന്നൊക്കെ ഞാൻ പറയും. ആ ഒരു ചടങ്ങില് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന പെർഫ്യൂം, ഈ ഒരു പെർഫ്യൂം ആർക്കും പിടികൊടുക്കാത്തൊരു മണം. ഇതെന്താണെന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞു കൊടുക്കാനും ഞാൻ പോകില്ല എന്താണ് ഇതിന്റെ മണം. അവർക്ക് അന്വേഷിച്ചാൽ കിട്ടാനും പോകുന്നില്ല. അത്രയ്ക്ക് യൂണിക് ആയിട്ടുള്ള പെർഫ്യൂം, അത്രയും വിലയുണ്ട്. ഏകദേശം 25,000 23,000 അടുപ്പിച്ചാണ് ഇതിന്റെ വിലയും വരുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂം. ഇത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്, ഒരു ഗോത്തിക് വിക്ടോറിയൻ 1700-കൾ 1600-കളിലെ ഒരു മിസ്റ്റീരിയസ്, ഒരു സ്പൂക്കി, ഒരു സ്പൂക്കി പ്രത്യേകതരം ഒരു മണം, ആ കാലഘട്ടം അനുസ്മരിപ്പിക്കുന്ന ടൈപ്പ് മണം. എന്ത് വികാരത്തോടു കൂടിയായിരിക്കും ഈ പെർഫ്യൂം മേക്ക് ചെയ്തിട്ടുണ്ടാവുക? ഒരു പക്ഷേ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിരുന്നു കാണും. ഗെയിം ഓഫ് ത്രോൺസിലെ ഓരോ എപ്പിസോഡും കുത്തിയിരുന്ന് അവിടുത്തെ കാലാവസ്ഥയും ആളുകളുടെ ജീവിത രീതിയും, ഗെയിം ഓഫ് ത്രോൺസിലെ ഓരോ കോട്ടയും ആളുകളും ഓരോ കഥാപാത്രങ്ങളും, ലാനിസ്റ്റർ, ടാർഗറിയൻ, അങ്ങനെ ഒരുപാട് ക്യാരക്ടറൊക്കെ വന്നു പോകുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ഉൾക്കൊണ്ടിട്ട് ആ ഒരു കാലഘട്ടം, ആ ഒരു പശ്ചാത്തലം, ആ ഒരു തീം മനസ്സിൽ കണ്ടിട്ട് ഉണ്ടാക്കി വെച്ച ഒരു പെർഫ്യൂമായിട്ടാണ് എനിക്ക് ഊർച്ചർ തോന്നുന്നത്. അതുപോലെ ഒരു പെർഫ്യൂം, അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ ഒരു ഫീൽ തരുന്ന ഒരു പെർഫ്യൂം നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏതൊരു അയർലൻഡ്, സ്കോട്ട്ലൻഡ് അതുപോലുള്ള ഒരു മിസ്റ്റീരിയസ് പൂക്കി എഫക്ട് തരുന്ന, അല്ലെങ്കിൽ അതുപോലെ മൂടിക്കെട്ടി ഇരുണ്ട കാലാവസ്ഥയുള്ള ഈ സ്ലീപ്പി ഹോളോ സിനിമ ഉണ്ടോ, ഇടയ്ക്ക് പറയാറുണ്ട്. ആ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഓർമ്മ വരുന്ന, ആ ഒരു തലയില്ലാത്തൊരു കുതിരപ്പുറത്ത് വരുന്ന ഒരു കുട്ടിക്കാലത്ത് കണ്ട ആ ഒരു തീം, അതുപോലെ ഒരു മിസ്റ്റീരിയസ് നിഗൂഢത, മർമ്മം, ചുരുളഴിക്കാൻ പറ്റാത്ത നിഗൂഢതയൊക്കെ ഉള്ള പോലുള്ള ഒരു മിസ്റ്റീരിയസ് ഫാക്ടറി പെർഫ്യൂമുകളുണ്ട്. ഒപ്പം ഈ പുതിയ കാലഘട്ടത്തെ ഒരു മോഡേൺ രീതിയിലുള്ള നേച്ചറും തോന്നും. ഒരേ സമയം 1600-കളും 2026-ഉം ചേർന്ന് വരുന്ന ഒരു മണം, നമുക്ക് ഒരിക്കലും പിടികൊടുക്കാത്ത ഒരു ടൈപ്പ് പെർഫ്യൂം. യൂണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം, ബ്ലാക്ക് ഓർക്കിഡ് അല്ലെങ്കിൽ അതുപോലെ ബ്ലാക്ക് ഓപ്പിയം, ക്രിസ്റ്റൽ നവാർ, ഇതുപോലെ മിസ്റ്റീരിയസ് സ്മെല്ല്, വെൽവെറ്റ് ഓർക്കിഡ്, അതുപോലെ അങ്ങനെയുള്ള പെർഫ്യൂം ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ കൂടി നിങ്ങൾ ഏത് പെർഫ്യൂം ലവറാന്ന് പറഞ്ഞാൽ ഇതൊരു നിങ്ങൾ 10 ml അറ്റ്ലീസ്റ്റ് ഒരു 10 ml വാങ്ങി വെക്കുക, സ്പെഷ്യൽ ഒക്കേഷൻസിൽ അടിക്കുക. ഇനി ഇതിന്റെ മണം എത്രയാണ്, ഇതിന് കൂടുതൽ പറയാനൊന്നുമില്ല, നിങ്ങൾ അനുഭവിക്കണം, ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട മണമാണ്. അതുകൊണ്ടാണ് ഞാൻ ചാകുന്നതിന് മുമ്പ് ചാകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെർഫ്യൂം എന്ന് പറയുന്നത്. ഇതിൽ ഓരോ നോട്ടും നിങ്ങൾ അനുഭവിക്കണം, പ്രത്യേക അനുഭവമാണ് അത്. പറഞ്ഞിരിക്കാൻ ഇമോഷണൽ ആവും, രോമാഞ്ചം വരുന്നു ഇതിന്റെ മണം ട്രൈ ചെയ്തിട്ട്. സോ ഇത്രയാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ പെർഫോമൻസ് 12 മണിക്കൂറിനപ്പുറം നിൽക്കും, 10, 14, 18 മണിക്കൂർ നിൽക്കും. പിറ്റേ ദിവസവും മണം ഉണ്ടാവും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം. എക്സ്ട്രീം ലെവൽ ലോങ്ജിവിറ്റി, എക്സ്ട്രീം ലെവൽ പ്രൊജക്ഷൻ. ഒരു മാഗ്നറ്റ് പോലെയാണ്, അടുത്തുള്ള ഒരാൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അട്രാക്ട് ആവും ഈ മണം, എല്ലാവരിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്യുന്ന മണമാണ്. ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ അടിച്ചിട്ട് പോകുന്ന സാഹചര്യം, അതുപോലുള്ള സാഹചര്യങ്ങൾ വേണം അടിക്കാൻ. ഇത് ഞാൻ മനസ്സിൽ കാണുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സാധാരണ പുതുപ്പണക്കാരല്ല. ഇതൊരു ബില്യണയർ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, അംബാനി, ട്രില്യണയർ ഒക്കെ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്ന ബില്യണയർ, ട്രില്യണയർ അവരൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്. അവർക്കൊക്കെ പറ്റിയ പെർഫ്യൂമാണ്. ഒരു പരിവാരങ്ങളും ഇസഡ് കാറ്റഗറി സുരക്ഷയും
ഇറങ്ങി വരുമ്പോൾ തന്നെ 10-40 ആൾക്കാർ പുറകെ വരുന്നു. അതുപോലത്തുള്ള ക്യാരക്ടർ ഉള്ളവർക്കൊക്കെയാണ് ഈ പെർഫ്യൂം ചേരുന്നത്. ഇതുപോലെ ഈ മോഡലിംഗ് ഒക്കെ ചെയ്യുന്നവർ, വിദേശത്തുള്ള ആൾക്കാരോട് ക്ലയൻസ് ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യേണ്ട ആളുകളൊക്കെ ഉണ്ടാവും. അതുപോലെ വലിയ മീറ്റിംഗ് ഒക്കെ പോകുമ്പോഴാണ് ഇത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ വന്നിറങ്ങുന്ന കാർ അറ്റ്ലീസ്റ്റ് ഒരു ബെൻസ് അല്ലെങ്കിൽ BMW ഓടിയൊക്കെ ആയിരിക്കണം ഇത് ഉപയോഗിക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പൊ അതുപോലുള്ള ആളുകൾക്കാണ് ഈ പെർഫ്യൂം ചേരുന്നത്. വെറുതെ അടിച്ചിട്ട് പോകാൻ പറ്റുന്ന സാധനമല്ല. അതുപോലെ തന്നെ ഇപ്പം ഇതിനെ പറ്റി വേറൊരു തീം എന്ന് പറയുന്നത് റെഡ് കാർപ്പറ്റ് പോലുള്ള ചടങ്ങുകളുണ്ടല്ലോ. റെഡ് കാർപ്പറ്റ്, അതുപോലെ തന്നെ ഈ ഓസ്കാറിന്റെ ഒക്കെ ആ ഒരു സെറമണി, അതുപോലുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ കാണാറില്ലേ. സെലിബ്രിറ്റീസ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമായ ഡ്രസ്സൊക്കെ ഇട്ട് റെഡ് കാർപ്പറ്റോടെ നടന്നു വരുന്നു. കുറെ ക്യാമറ കണ്ണുകൾ ചിത്രങ്ങളൊക്കെ എടുക്കുന്നു, ഫ്ലാഷ് ലൈറ്റുകൾ മിന്നു പറയുന്നു. സെലിബ്രിറ്റികൾ, നമ്മൾ കാണാൻ ആഗ്രഹിച്ച സെലിബ്രിറ്റികൾ ഒക്കെ അതുപോലുള്ള ഒരു ഭയങ്കര ചടങ്ങ്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ചടങ്ങിൽ വേണം ഇത് ഉപയോഗിക്കാൻ. നമ്മുടെ ലൈഫിൽ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ് ഓവർച്ചർ. അതുപോലുള്ള സാഹചര്യമാണ് ഉപയോഗിക്കാൻ. അല്ലാതെ ഡീക്കന്റ് വാങ്ങി നട്ടുച്ചയ്ക്ക് വാങ്ങി അടിക്കരുത്. കുളിക്കാതെ പല്ലിക്കാതെ എടുത്ത് അടിക്കരുത്. കൊറിയർ ഓഫീസിൽ ചെന്ന് കളക്ട് ചെയ്ത് കവർ പൊട്ടിച്ച് അടിക്കരുത്. ഇതിനൊന്നും അടിക്കരുത്. നിങ്ങൾ വാങ്ങി മാറ്റി വെക്കുക. ആ ദിവസവും ട്രൈ ചെയ്യരുത്. ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം അടിക്കുക. അല്ലാതെ വാങ്ങിയിട്ട് രാവിലെ പോയി 10-12 മണിക്ക് സാധനം വാങ്ങി 1 മണിക്ക് പോയി അടിച്ച് കവർ പൊട്ടിച്ച് അടിച്ച് നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ അടിക്കുന്ന സാധനമല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നത്തില്ല. ഇത് ഞാൻ പറഞ്ഞ അതുപോലുള്ള ഒക്കേഷനിൽ വേണം അടിക്കാൻ. ഓക്കെ, പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, അതൊക്കെ മോൺസ്റ്റർ ലെവലാണ്. ഇനി ഉപയോഗിക്കേണ്ട സാഹചര്യം, അടിക്കേണ്ട കാലാവസ്ഥ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി. രാവിലെയും ഉച്ചയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല. രാവിലെ ഉപയോഗിക്കണമെങ്കിൽ മഴ വേണം, തണുപ്പ് വേണം. രാത്രിയിൽ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്തു, ഉറപ്പായിട്ടും കോംപ്ലിമെന്റ് കിട്ടും. ഏറ്റവും എടുത്തു വരേണ്ടത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാം. 2 കാറ്റഗറിയിലുള്ളവർക്ക് യൂണിസെക്സ് ആണ്. ആണിനും പെണ്ണിനും യൂസ് ചെയ്യാം. ഇത് പെർഫ്യൂം കളക്ടേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. ഞാൻ ഈ പറഞ്ഞ നോട്ടുകൾ, ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടർ ഉള്ളവർ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർ, വെസ്റ്റേൺ കൾച്ചർ ലൈഫ് ആഗ്രഹിക്കുന്നവർ, പെർഫ്യൂം എന്താണെന്ന് അറിയണം, പെർഫ്യൂമിൽ ആർട്ട് വർക്ക്, പെർഫ്യൂം ഒന്നുമില്ല, നിങ്ങൾ വാങ്ങുക. വേറൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വാങ്ങുക. ഞാനിത് ഡീക്കന്റ് ആക്കണോ വേണ്ടോ എന്നുള്ള ചിന്തയാണ് പിരിക്കുന്നത്. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഇത് അനുഭവിക്കണം, ഈ സ്മെല്ല് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഡീക്കന്റ് ആക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വാങ്ങിയ ഉടനെ അടിക്കരുത്, മാറ്റിവെക്കുക. ഞാൻ ഈ പറഞ്ഞതുപോലെ രാത്രി വേണം ട്രൈ ചെയ്യാൻ. ഓക്കെ, പെരുന്നാൾ വരുന്നു, പലരും ഒരു കലക്കൻ പെർഫ്യൂം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പെർഫ്യൂം ആയിരിക്കും നോക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ അപ്പോൾ എടുക്കേണ്ടതാണ്. ആ സമയത്ത് യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. ഏകദേശം ഞാൻ വില പറഞ്ഞിട്ടുണ്ട്. 23,000-25,000 രൂപയാണ് വില വരുന്നത്. ചീപ്പായിട്ടുള്ള പെർഫ്യൂം അല്ല, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പെർഫ്യൂമാണ്. സാധാരണക്കാർക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നതല്ല. ഇതിന് ക്ലോണും ഇല്ല, ഇൻസ്പയർഡ് പെർഫ്യൂം ഇല്ല, ഒരു പെർഫ്യൂമായിട്ട് ബന്ധമില്ല. ഞാൻ തന്നെ പറയുന്നത് ഒരു 4,000-5,000 പെർഫ്യൂം ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഗുണം എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാകുമ്പോൾ കൊണ്ടുപോകാൻ ഒരു പെർഫ്യൂമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു പെർഫ്യൂം. ഇതൊരു വെബ് സീരീസ് ആണ്. വെബ് സീരീസ് അല്ല, ഒരു സീരീസ് ആണ്. ഇനി ഇതുപോലെ ചാകുമ്പോൾ കൊണ്ടുപോകാനുള്ള അടുത്ത പെർഫ്യൂമുകൾ വീണ്ടും വരുന്നുണ്ട്. സെർജോഫിന് തന്നെ 2-3 ഉണ്ട് ഞാൻ ആ ഒരു സീരീസിൽ കണക്കാക്കിയത്. ഞാനിത് വാങ്ങി ട്രൈ ചെയ്തു, ഉപയോഗിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ധൈര്യമായിട്ട് വാങ്ങാം. ഇതിന്റെ മണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു 10 ml മതിയാവും. 10 ml. എത്ര സ്പ്രേ? രാത്രി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 സ്പ്രേ മതി. അതിനപ്പുറത്തേക്ക് അടിക്കേണ്ട ആവശ്യമില്ല. 3-4 സ്പ്രേ ധാരാളമാണ്. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സെർജോഫ് ഇറക്കുക എന്നുള്ളത് ശരിക്കും വിശ്വസിക്കാനാവുന്നില്ല. 25,000 രൂപ, 10 ml ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക. ട്രൈ ചെയ്യാതെ വാങ്ങുക ചെയ്യരുത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഒരു 10 ml വാങ്ങി വെക്കുക. അത്രയേ ഉള്ളൂ. ഇത് സ്കിപ്പ് അടിക്കുന്നവർക്കൊക്കെ വലിയൊരു നഷ്ടമായിരിക്കും. താങ്ക് യു സോ മച്ച്.